ഡിയർ സ്റ്റുഡൻസ്, ഈ വർഷത്തെ പബ്ലിക് എക്സാമിന് നിങ്ങളെല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. ഈ എക്സാം നമുക്ക് മുൻപിൽ ഒരുപാട് പ്രതീക്ഷകളാണ്. കഴിഞ്ഞ കോവിഡ് കാലത്തിന് ഉപരിയായിട്ട് ഈ വർഷത്തെ എക്സാം അല്പം കൂടി സീരിയസ് നേച്ചറിലോട്ട് വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്: ഇത് നമ്മളെ തന്നെ അസസ് ചെയ്യുന്നതാണ്. എൻ്റെ ഒരു വിലയിരുത്തൽ, അതിലൂടെ ഞാൻ നേടിയെടുക്കുന്ന വലിയ വിലയുള്ള സർട്ടിഫിക്കറ്റ്. ഈ ലക്ഷ്യം മുൻനിർത്തി നമ്മൾ പഠിക്കാൻ ആരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പഠനത്തിൽ എൻ്റെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ഘടകങ്ങൾ എന്നുള്ള ആദ്യം തന്നെ നമ്മൾ ഓർക്കണം. മനസ്സ് വിശുദ്ധമായ ഒരു അന്തരീക്ഷത്തിൽ മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഈ റോഡിലോട്ട് ഇറങ്ങി നിന്നാല് ഇലക്ഷൻ സമയത്ത് കാണാൻ സാധിക്കും, ഭിത്തിയെല്ലാം വൈറ്റ് വാഷ് അടിച്ച ബുഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ആ ഭിത്തിയിൽ മുഴുവനും അഴുക്കായിരുന്നു. അവിടെ വൈറ്റ് വാഷ് അടിക്കുമ്പോഴോ അത് വെള്ളപ്രതലമാകും. ആ വെള്ളപ്രതലത്തിനാണ് എഴുതി വെക്കുക. ഇത് തന്നെയാണ് നമുക്കും വേണ്ടത്. പഠിക്കാനിരിക്കുന്ന ഒരു കുഞ്ഞിന്റെ മനസ്സ് വിശുദ്ധമായിരിക്കണം, വെണ്മയേറിയതായിരിക്കണം. ആ വെണ്മയേറിയ പ്രതലത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി തെളിഞ്ഞു വരും. അത് എന്റെ അനുഭവത്തിലും ഉള്ളതാണ്. അതുകൊണ്ടാണ് എന്റെ വിദ്യാർത്ഥിനിയോട് പറയുക, പഠിക്കാനിരിക്കുന്ന കുഞ്ഞ് മനസ്സിനെ ശാന്തമാക്കുക. ഈ ശാന്തതയുടെ ഒരു അന്തരീക്ഷമാണ് ഏവർക്കും തെളിമയുള്ള ഒരു അന്തരീക്ഷത്തിലേക്കും തെളിമയുള്ള ഒരു ലോകത്തിലേക്കും നമ്മളെ ക്ഷണിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, പഠിക്കാനിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ആരോടെങ്കിലും എന്തെങ്കിലും വെറുപ്പോ വിരോധമോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ പേരൻസുമായിട്ട് നമ്മൾ ചണ്ട കൊടുക്കുക പതിവാ. കാരണം അവരെപ്പോഴും പഠിക്കാനായിട്ട് നമ്മളോട് പറയും. അത് നമുക്ക് ഇറിറ്റേഷൻ ആണ്. ടീച്ചേഴ്സ് ആണെങ്കിൽ എപ്പോഴും കമ്പൽ ചെയ്യും. പക്ഷേ കുട്ടികൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്: നിങ്ങളുടെ ഭാവി ലക്ഷ്യം വെച്ചുകൊണ്ട് പേരൻസ് നിങ്ങളെ കമ്പൽ ചെയ്യുമ്പോൾ, ടീച്ചേഴ്സ് നിങ്ങളെ കമ്പൽ ചെയ്യുമ്പോൾ, അവർക്ക് നിങ്ങളോട് വിരോധമൊന്നുമില്ല, നിങ്ങളോട് കൂടുതൽ ഇഷ്ടമായതുകൊണ്ടല്ലേ. അതുകൊണ്ട് ചെയ്യേണ്ടത് എന്താ? നിന്റെ പേരൻസിനോടും നിന്റെ അധ്യാപകരോടും നിനക്ക് യാതൊരു തരത്തിലുള്ള ഗ്രഡ്ജ് ഉണ്ടായിരിക്കരുത്. മനസ്സിൽ യാതൊരു തരത്തിലുള്ള അസ്വസ്ഥതയോ അകൽച്ചയോ ഉണ്ടായിരിക്കരുത്. അങ്ങനെ ഉണ്ടാകുന്ന പക്ഷം നീ എത്ര പഠിച്ചാലും നിന്റെ മനസ്സിലേക്ക് കയറില്ല. നീ എത്ര പഠിച്ചാലും നിന്റെ ചിന്തയിലേക്കും ബുദ്ധിയിലേക്കും കയറത്തില്ല. അതുകൊണ്ട് അധ്യാപകരുമായിട്ടും പേരൻസുമായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകണം. നിങ്ങൾക്കൊരു ഫ്രീഡം ഉണ്ടോ? ആ ഫ്രീഡം നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ, വാക്കുകളിലൂടെ, പേരൻസുമായിട്ടുള്ള ഇന്ററാക്ഷനിലൂടെ, ടീച്ചേഴ്സുമായിട്ടുള്ള ഇന്ററാക്ഷനിലൂടെയാണ് നിങ്ങൾ അത് നിറവേറ്റേണ്ടത്. അപ്പോ ഇന്ന് തന്നെ ചിന്തിക്കണം, എന്റെ അധ്യാപകരോട്, പേരൻസിനോട് എനിക്ക് എന്തെങ്കിലും ഓപ്പൺ ആയിട്ടല്ലാതെ ഹൈഡ് ആയിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഓപ്പൺ മൈൻഡഡ് ആണോ? എല്ലാം തുറന്ന് സംസാരിക്കാമോ എന്റെ പേരൻസിനോടും എന്റെ അധ്യാപകരോടും? അങ്ങനെ ഒരു ഓപ്പൺ മൈൻഡ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിന് എന്ത് ഇഷ്ടമാണെന്നോ, ആ ഓപ്പൺ മൈൻഡുള്ള വിദ്യാർത്ഥിനികളെ ടീച്ചേഴ്സ് ഒത്തിരിയേറെ ഇഷ്ടപ്പെടും. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, പഠിക്കുന്ന വിഷയങ്ങൾ കൃത്യമായിട്ടും ഒരു ടൈം മാനേജ്മെന്റ് ഉണ്ടാകുക. ഇന്ന് വൈകുന്നേരം നീ ഇരുന്ന് പഠിക്കുന്ന വിഷയം എന്താണെന്ന് ബോധ്യമുണ്ടാകണം. ഇത്ര സമയത്ത് നീ പഠിക്കണം, മോർണിംഗിൽ ഇത്ര സമയത്ത് എഴുന്നേൽക്കണം. അങ്ങനെ ഒരു ടൈം മാനേജ്മെന്റും സബ്ജക്ട് മാനേജ്മെന്റും നിനക്കുണ്ടെങ്കിൽ ഓരോ സബ്ജക്റ്റും പഠിക്കുമ്പോൾ ഓരോ സമയ ക്ലിപ്തത നീ പാലിക്കും. നമുക്കറിയാം, സോഷ്യൽ സയൻസ് പോലുള്ള വാസ്റ്റ് സബ്ജക്റ്റ് ഉണ്ട്. ആ വാസ്റ്റ് സബ്ജക്ട് ചില കുട്ടികൾ പറയാറുണ്ട്, ഒരുപാട് വായിച്ചു പോയി, പക്ഷേ കുറെ കഴിഞ്ഞ് എന്റെ ഓർമ്മയിലേക്കൊന്നും വരുന്നില്ല. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട് പഠിക്കുമ്പോൾ നീ ഷോർട്ട് നോട്ട് എഴുതിയെടുക്കണം. ഒരു പാരഗ്രാഫ് ആയാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്, ആ പോയിന്റ് ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതിയെടുത്തിട്ട് അത് എക്സാമിന് തൊട്ട് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് അത് മറിച്ച് നോക്കണം. അപ്പോൾ നീ ക്ലിക്ക് ആവും. ഇതിൽ പഠനത്തിൽ ചില ടെക്നിക്കുകൾ ഉപയോഗിക്കുക. ഈ 3 കാര്യങ്ങൾ നിന്റെ ജീവിതത്തെ വിജയത്തിലെത്തിക്കും. ഈ വരുന്ന പരീക്ഷ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിജയപ്രദമാകട്ടെ, അത് അനുഗ്രഹമാകട്ടെ, ഭാവി നിങ്ങൾക്ക് ശോഭനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥിനികൾക്കും ഈ വരുന്ന പരീക്ഷയ്ക്ക് എല്ലാ വിജയാശംസകളും സ്നേഹത്തോടെ നേരുന്നു.